സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടർമാരെ വോട്ടിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആ കാര്യം ചെയ്തില്ല, ഇവിടെ റോഡുണ്ടായില്ല, ഇവിടെ പാലം വന്നില്ല എന്ന് പറഞ്ഞ് പരാതിയുടെ പ്രവാഹമായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അത്തരത്തിലുള്ള ഒരു പരാതിയും ആർക്കും പറയാൻ സാധിക്കാത്ത വിധം കഴിഞ്ഞ 10 കൊല്ലത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി വലിയ മാറ്റം വന്നു. വികസന പ്രവർത്തനം മാത്രമല്ല, നമ്മളുടെ സമൂഹം എല്ലാവരും ഒരുപോലെയല്ല. അധ്വാനിക്കാനും ആളില്ല, മറ്റ് വരുമാനമില്ല. അതുകൊണ്ട് പട്ടിണി സ്ഥിരമാക്കിയിട്ടുള്ള കുറേ കുടുംബങ്ങൾ ഒരു പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല. ഏത് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്തും ആദ്യമായി കൈവക്കേണ്ടത് ദുരിതത്തിൽ കഷ്ടപ്പാടും കണ്ണീരും കുടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അന്നത്തെ അവരുടെ അവസ്ഥയില്ലെന്ന് അവരെ മാറ്റി സാധാരണ രീതിയിൽ ജീവിതം അവർക്ക് നൽകത്തക്ക മാറ്റം രാജ്യത്തുണ്ടാക്കലാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 5 കൊല്ലത്തെ പരിശ്രമത്തിൽ അതിനാണ് തുടക്കം കുറിച്ചത്. അതിൻ്റെ ഫലമായി ഏറ്റവും പട്ടിണി മാത്രമായി എല്ലാ കാര്യങ്ങളിലും ഇല്ലായ്മ മാത്രമായി ജീവിച്ചിരുന്ന അതിദരിദ്രരായ ആളുകൾ അവർ കേരളത്തിൽ ഇല്ല. അവരെ മുഴുവനും അതിൽ നിന്ന് കരകയറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം. ഇനി ജീവിത പ്രയാസം അനുഭവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ തൊഴിലും വരുമാനവും ഉണ്ടാക്കി കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടണം. തീർച്ചയായും അതിന് കഴിയുന്നത് ഇതിനു വേണ്ടി ജനങ്ങളോട് പ്രതിബദ്ധത കാണിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്നുള്ളത് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള രാജ്യമാണ് കേരളം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, 1957 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് വന്നത്. സംസ്ഥാന ഭരണം കയ്യിൽ കിട്ടിയാൽ ഏത് വിഭാഗത്തെയാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കേണ്ടത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു. എന്തായിരുന്നു? അധികാരം കിട്ടിയ 5ാമത്തെ ദിവസം കൊണ്ടുവന്നത് ഒരു ഓർഡിനൻസാണ്. എന്താ? നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാവപ്പെട്ട കൃഷിക്കാർ അവിടെ കുഞ്ഞനും കുട്ടികളും അടക്കം പാടത്ത് രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്ത് നെല്ലുണ്ടാക്കി അത് മുഴുവൻ ജന്മിക്ക് പാട്ടം കൊടുത്ത് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ 1-2 ദിവസമല്ല, എത്രയോ കൊല്ലങ്ങളായി. അതിന് ആ സമ്പ്രദായം അവസാനിപ്പിക്കണം, കൃഷിഭൂമി അധ്വാനിക്കുന്നവനെ ആക്കി മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് അത് പടച്ചവൻ കൊടുത്തതാണ്, അത് മാറ്റാൻ അധികാരം ആർക്കും ഇല്ല എന്ന് പറഞ്ഞ പാർട്ടിക്കാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. മുസ്ലിം ലീഗ്